തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിലുള്ള നാസർ ആശുപത്രിയിലാണ് റെയ്ഡ് നടന്നത്. നൂറുകണക്കിന് രോഗികളാണ് ഇവിടെ അഭയം തേടിയത്. ആശുപത്രിയിൽ അഭയം തേടിയിരുന്ന ആയിരക്കണക്കിന് പേരെ ഇസ്രയേൽ ബലം പ്രയോഗിച്ച് പുറത്താക്കി. നിലവിൽ ഗാസയിൽ പ്രവർത്തനക്ഷമമായുള്ള ആശുപത്രികളിൽ ഏറ്റവും വലുതായ ഇവിടെ ഹമാസ് ഭീകരർ ഒളിവിലുണ്ടെന്നും വ്യക്തമായ തെളിവ് ലഭിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഒക്ടോബർ 7-ന് ഇസ്രയേലിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന ബന്ദികളിൽ ചിലരെ ഹമാസ് ഇവിടെ പാർപ്പിച്ചിരുന്നെന്നും സൈന്യം പറയുന്നു. കൊല്ലപ്പെട്ട ബന്ദികളുടെ മൃതദേഹങ്ങൾ ഇവിടെ ഉണ്ടാകാമെന്നാണ് നിഗമനം. അതേസമയം ഇസ്രയേൽ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറയുന്നുവെന്ന് ഹമാസ് പ്രതികരിച്ചു. കഴിഞ്ഞ ഒറ്റ രാത്രി കൊണ്ട് ഈജിപ്ഷ്യൻ അതിർത്തിയിലുള്ള റാഫ നഗരത്തിലേക്ക് പലായനം ചെയ്തത് 2000-ഓളം പേരാണെന്നും ഹമാസ് വക്താവ് പ്രതികരിച്ചു. രോഗികളെയും ജീവനക്കാരെയും നിർബന്ധിച്ചൊഴിപ്പിച്ചിട്ടില്ലെന്നും ആശുപത്രിയുടെ പ്രവർത്തനം തുടരുമെന്നും ഇസ്രയേൽ അറിയിച്ചു. ഇസ്രയേൽ ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ നടപ്പാക്കണമെന്ന് കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നിവർ ആവശ്യപ്പെട്ടു. റാഫേൽ ഏതു നിമിഷവും ഇസ്രയേലിന്റെ കരയാക്രമണം ഉണ്ടാകുമെന്ന ഭീതിക്കിടെയാണ് ആവശ്യം. നേരത്തെ ഫ്രാൻസ്, സ്പെയിൻ, അയർലൻഡ് എന്നിവരും ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു. ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പലായനം ചെയ്ത് എത്തിയതടക്കം 14 ലക്ഷത്തോളം ജനങ്ങളാണ് റാഫയിലുള്ളത്. മതിയായ ഭക്ഷണവും വെള്ളവുമില്ലാതെ പട്ടിണിക്കും പകർച്ചവ്യാധിക്കും നടുവിൽ ജീവിക്കുന്ന ഇവർക്ക് ഇനി പോകാനിടമില്ല. ഇതുവരെ 28,600-ലേറെ പേരാണ് ഗാസയിൽ മരിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.